ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. ഇറ്റ്സ് മീ സാന്ത്വന. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വഴുതനങ്ങ അച്ചാറാണ്. വഴുതനങ്ങയുടെ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അച്ചാർ ട്രൈ ചെയ്തിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു 3 വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത്. അതൊരു ക്യൂബ് വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം പാൻ വെച്ച് പാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ടതില്ല, വഴുതനങ്ങ മാത്രം ഇട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് കുക്കാവാതെ നോക്കണം, കാരണം ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ വഴുതനങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു മീഡിയം പരുവത്തിൽ റോസ്റ്റായിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതൊന്ന് കോരി മാറ്റാവുന്നതാണ്. ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ ഒരുതരം വെന്തളിഞ്ഞതുപോലൊക്കെ ഇരിക്കും. നമുക്കൊരു കടിക്കേണ്ട പരുവത്തിൽ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വഴുതനങ്ങ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. ആ എണ്ണയിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർക്കുക. അതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചതച്ച് തന്നെ ഇടണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കടുകും ഉലുവയും കൂടെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് കീറിയതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോവാതെ പ്രത്യേകം നോക്കണം, കാരണം എന്തെങ്കിലും ഒരു കരിഞ്ഞു പോകൽ സംഭവിച്ചാൽ നമ്മുടെ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നമ്മൾ ആ കുക്കാക്കി എടുക്കുന്നത് പോണക്കിരിക്കും അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ തണ്ടോട് കൂടിയാണ് കറിവേപ്പില ഇട്ടേക്കുന്നത്. അങ്ങനെ അതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറിയ സ്പൂണിന് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. സാധാ മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള എരിവ് കിട്ടിക്കോളും. പിന്നെ നമ്മൾ ചേർക്കുന്ന പൊടിയുടെ അളവും സാധനത്തിൻ്റെ അളവും എല്ലാം നമ്മൾ എടുക്കുന്ന വഴുതനങ്ങയുടെ അളവിനനുസരിച്ചെടുക്കും. 3 വഴുതനങ്ങ ഒരു മീഡിയം സൈസിനുള്ള ഒരു അളവിനാണ് ഞാനിവിടെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനത്തെ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ശേഷം ഞാൻ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, കാരണം അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറും. നമ്മൾ വിനാഗിരിയിലും എണ്ണയിലും തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞ് അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പിയാണിത്. ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ രുചികൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.